ഗൈസ് ഇന്ന് നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ. ഇത് അമ്പട്ടൻ പാരയാണ് കേട്ടോ ഈ മീൻ. പൊതുവെ ഞാനങ്ങനെ മീൻകറി വെക്കാറില്ല. വിരലിലുണ്ടാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ മീൻകറി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നതെന്ന് നോക്കാം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു തക്കാളിക്കും കൂടുതലിട്ട് അരയ്ക്കും കേട്ടോ. അമ്മ അങ്ങനെയൊന്നും അരയ്ക്കില്ല. പിന്നെ പുളി എല്ലാം കൂടെയൊക്കെ ഒഴിച്ച് അരച്ചെടുത്ത് അരപ്പ് തിളച്ചിട്ടാണ് ഞാൻ മീനിട്ട് കൊടുക്കുക. അമ്മ അരപ്പും മീനൊക്കെ ഒത്തു തന്നെയാണ് വെക്കുന്നത്. ഞാൻ എൻ്റെ സ്റ്റൈലിലാണല്ലോ വെക്കുന്നത്. ഞാൻ പൊതുവേ എനിക്ക് തോന്നുന്ന രീതിക്കാണ് വയ്ക്കുന്നത്. പിന്നെ ഞാനും ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഉപ്പ് വെക്കൂല കേട്ടോ. ഒരു കറിക്ക് ഞാൻ ഉപ്പ് വെക്കില്ല. ഞാനൊരു അളവിലങ്ങ് ഉപ്പിടും. ഒന്നീ ഉപ്പ് കൂടുതലായിരിക്കും, കുറവായിരിക്കും. മാക്സിമം ബാലൻസ് ചെയ്താണ് നിൽക്കുക. കൂടുതൽ അങ്ങനെ ആവാറില്ല. ഇതിൻ്റെ കൊളുത്തൊക്കെ എടുത്ത് ഞാൻ പൊരിക്കാനായിട്ട് വെച്ചേട്ടാ. ആദ്യം ഞാൻ പറയാൻ കേട്ടോ, ഞാൻ എക്സ്പെർട്ട് കുക്കൊന്നുമല്ല. അതുകൊണ്ട് പലരും പല രീതിയിലായിരിക്കും മീൻ കറിയൊക്കെ വയ്ക്കുക. ഇതിൻ്റെ കൊളുത്തൊക്കെ പൊരിച്ചാൽ തിന്നാനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട്, പിന്നെ എൻ്റെ മേത്തൂടെ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണയൊന്നും അമ്മയോട് ഒഴിക്കില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ ഏതോ വീഡിയോയിൽ കണ്ടിട്ടൊക്കെ ഒഴിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്.